90കളിൽ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ഈ 2025 വരെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഉണ്ടായിട്ടുള്ള വിലവർദ്ധനവ് അതൊന്ന് ഓരോ കാലഘട്ടം വൈസ് ചെക്ക് ചെയ്ത് നോക്കാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. 90കളുടെ തുടക്കത്തിൽ, അതായത് 90കൾ മുതൽ 95 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 800 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് നമുക്കിവിടെ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ അവൈലബിൾ ആയിരുന്നു. അന്ന് പൊതുവേ ഈ സെഗ്മെന്റ് വൈസ് കാര്യമായുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 95 മുതൽ 98 വരെയുള്ള ഒരു കാലം അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു 3 വർഷം കൊണ്ട് ഏകദേശം ഒരു 50%, അതായത് നമ്മൾ 800-1000 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ച് അത് ഒരു 1200, 1300 വരെയുള്ള ഒരു രീതിയിലേക്ക് എത്തുകയുണ്ടായി. 98 ഈ റിയൽ എസ്റ്റേറ്റ് രംഗം അതിൻ്റെ ആദ്യത്തെ ഒരു റിസഷൻ അഭിമുഖീകരിച്ചു. അപ്പോൾ ഈ 998 മുതൽ 2003 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു മാന്ദ്യം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പുതിയ പ്രൊജക്റ്റുകളൊന്നും കാര്യമായിട്ട് വന്നില്ല എന്ന് മാത്രമല്ല, ഈ 90നും 98നും ഇടയ്ക്ക് ഉണ്ടായിരുന്ന പല ബിൽഡേഴ്സും രംഗത്തുനിന്ന് പോവുകയുണ്ടായി. പിന്നെ ആ സമയത്ത് പണി നടന്നുകൊണ്ടിരുന്ന പല പ്രോപ്പർട്ടീസിൻ്റെയും വില ചെറുതായിട്ട് കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താഴ്ത്തോട്ട് പോവുകയുണ്ടായി. പിന്നീട് 2003 ശേഷമാണ് നമുക്കൊരു ഉണർവ് ഈ പറഞ്ഞ രംഗത്ത് വരുന്നത്. അപ്പോൾ 2003 റെസിഡൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഒന്ന് ചൂട് പിടിച്ച് തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു 1300, 1400 ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെയൊക്കെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു വില തുടങ്ങിയത്. ഇത് 2008 ആയപ്പോൾ ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം, അതായത് ഒരു 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു നിലവാരത്തിലേക്ക് എത്തി. 2008 നമ്മുടെ ഗ്ലോബൽ റിസഷൻ വരികയും പൊതുവെ ലോകമെമ്പാടും റിയൽ എസ്റ്റേറ്റ് രംഗം ഒരു തകർച്ചയെ നേരിടുകയും ചെയ്തു. അത് നമ്മളെയും കാര്യമായിട്ട് ബാധിച്ചു. ഈ 2008 മുമ്പ് വാങ്ങിച്ച പല ഫ്ലാറ്റുകളുടെയും ബിൽഡേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കോട്ട് ചെയ്ത പ്രൈസിനേക്കാൾ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഒരു 2013 വരെയുള്ള കാലഘട്ടം മുന്നോട്ട് പോയത്. ഇതിന് ശേഷമാണ് 2013 നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ രംഗത്ത് രേഖപ്പെടുത്തി തുടങ്ങിയത്. അതായത് 2013 മുതൽ നമുക്ക് എല്ലാ വർഷവും ഒരു 10%-നും അതിന് മുകളിലേക്കും ഇതിൻ്റെ ഒരു വില കൂടി വന്നിട്ടേ ഉള്ളൂ. അതൊരു കോവിഡിൻ്റെ സമയം വരെ.